കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ കണ്ട ഒരു കാഴ്ച എന്നെ വളരെ ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇന്ന് ഞാനിത് നിങ്ങളോട് കൈമാറുമ്പോൾ ഇത് പരിശുദ്ധാത്മാവ് നൽകിയതാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ നിങ്ങൾ കൈമാറുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിലായിരിക്കാം. ഈ ദർശനത്തിന് ശേഷമായിട്ട് ഞാൻ ഈ വർഷത്തെ പരിശുദ്ധാത്മാവ് നൽകിയൊരു പ്രവചന ശബ്ദവും നിങ്ങൾക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് മനസ്സിലായിരിക്കാം. ആദ്യം ആ കണ്ട ദർശനം അതിപ്രകാരമായിരുന്നു. തളർന്നിരിക്കുന്ന ഒരു കൂട്ടം പോരാളികളെ കാണുവാനിടയായി തീർന്നു. പേര് പോരാളികളെ, പക്ഷേ അവർ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അവർ വേഗത്തിൽ ബലപ്പെട്ട് അവർ മുൻപോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന വാക്ക് അതിപ്രകാരമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ തളർന്നുപോയ, കഴിഞ്ഞ നാളുകളിൽ ക്ഷീണിച്ചു പോയ ചില പ്രാർത്ഥനാ പോരാളികളെ ഞാൻ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന വർഷമാണ് ഈ 2025. ഞാൻ വീണ്ടും ചിലരെ എഴുന്നേൽപ്പിക്കും. ആത്മീയ കാഴ്ചപ്പാടിന് മങ്ങൽ സംഭവിച്ച, അങ്ങനെ ദർശനത്തിന് മങ്ങൽ സംഭവിച്ച ഒരു കൂട്ടത്തെ ഞാൻ പുറത്ത് കൊണ്ടുവരുന്ന ഒരു വർഷമാണ് ഈ വർഷം. പോരാളികൾ തളർന്നിരിക്കുവാനുള്ളവരല്ല. ഈ നാളുകൾ കണ്ട ദർശനം പോലെ തളർന്നിരിക്കുന്ന ചില പോരാളികൾ എഴുന്നേറ്റ് പുതിയ നിയോഗമായി മുൻപോട്ട് കുതിക്കുന്ന ഒരു വർഷമായി ഈ വർഷത്തെ ദൈവം മാറ്റാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇനിയും പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രവചന ശബ്ദം അതിപ്രകാരമായിരുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എനിക്കറിയാം ഈ ഒരു ഭാഗം നമുക്ക് കാണാപ്പാടമാണ്, നമുക്ക് ഏവർക്കും മുൻപരിചയമുള്ള വാക്യമാണ്. എന്നാൽ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നത്, മാനുഷികമായി കഴിയാത്ത ചില കാര്യങ്ങളപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മാനുഷികമായി എത്ര ശ്രമിച്ചാലും നടക്കാത്ത ചില കാര്യങ്ങൾ. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ എടുത്തു കാണാൻ കഴിയുന്നു. 1, അന്ധകാരം. 2 കാണാൻ കഴിയുന്നത് പടക്കൂട്ടം. 3, മതിൽ. ഈ 3 വിഷയത്തെയും ഈ വാക്യത്തിൻ്റെ ബേസിലെടുത്ത് നോക്കുമ്പോൾ മറികടക്കാൻ പ്രയാസമാണ്. ഈ 3 വിഷയം മാനുഷികമായിട്ട് എത്ര ശ്രമിച്ചാലും ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ 3 വിഷയത്തിനകത്ത് 1, അന്ധകാരം എന്ന വിഷയം. ഒന്ന് ശ്രദ്ധിച്ചേ. അന്ധകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ലോകപ്രകാരം കാണുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കരണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അന്ധകാരമല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില അന്ധകാരങ്ങളുണ്ട്. ആ അന്ധകാരത്തിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻപിൽ തെളിഞ്ഞിരിക്കുന്ന ചില വഴികളുണ്ട്. ഈ വഴികളെ അങ്ങ് മറച്ചു കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ കാണാൻ കഴിയത്തില്ല. അന്ധകാരം നിൽക്കുന്നതുകൊണ്ട് ഈ വഴി കാണാൻ കഴിയുന്നില്ല. 1, അന്ധകാരം നിങ്ങളുടെ വഴികളെ തെറ്റിക്കും. നിങ്ങളെ എങ്ങും എത്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭാരപ്പെട്ട് നിങ്ങളിങ്ങനെ തളരുന്ന നിലവാരത്തിൽ നിങ്ങളെ ആക്കും. കാരണം ഈ അന്ധകാരത്തിന് പിൻപിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ വഴികളെ തെറ്റിക്കുക. നിങ്ങളുടെ മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട നന്മകളെ കാണാതെ വണ്ണം മറച്ചു കളയുക. അടുത്തത് ഇപ്രകാരമാണ്, വീഴാൻ സാധ്യതയേറെയുണ്ട്. അതായത് അന്ധകാരത്തിന് പിൻപിലുള്ള മറ്റൊരു ഉദ്ദേശം ഇപ്രകാരമാണ്, വീഴ്ത്തിക്കളയുക, തളർത്തിക്കളയുക, എങ്ങും എത്താതെ നെട്ടോട്ടം നടക്കുന്ന നിലവാരത്തിലാക്കുക. അപ്പോൾ ഇതാണ് ജീവിതത്തിൽ അന്ധകാരം വെളിപ്പെട്ടാലുള്ള പ്രശ്നം. 2 കാണാൻ കഴിയുന്നത് പടക്കൂട്ടം. ഒന്ന് ഓർത്ത് നോക്കിയേ. പല വിഷയത്തിനും നമുക്കറിയാം, നമ്മൾ നേരിട്ട് ചെന്നാൽ കാര്യം നടക്കുകയില്ല, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് 100% വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് കഴിയത്തില്ല, എനിക്ക് പറ്റുകയില്ല. കാരണം വരുന്നത് ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ ആരോടെ കളിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല എന്ന് നമുക്കറിയാം. പടക്കൂട്ടം, ജയിക്കാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത പല വിഷയങ്ങളുണ്ട്, മുൻപോട്ട് കുതിക്കാൻ കഴിയത്തില്ല. 3, മതിൽ എന്ന വിഷയമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു വലിയ മതിൽ ചാടിക്കടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ കരം നമുക്ക് ആവശ്യമാണ്, ഒരു വ്യക്തിയുടെ കരം. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ വർഷം നിങ്ങൾ ചില വിഷയത്തെ ദൈവത്താൽ മറികടക്കും. ദൈവത്താൽ നിങ്ങൾ മറികടക്കുന്ന വർഷം ഈ വർഷം. ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നത് പല വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കാഴ്ചയല്ല, പിന്നെയോ ആ വിഷയങ്ങൾ നിങ്ങൾ മറികടന്ന് മുൻപോട്ട് കുതിക്കുന്ന ചില കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? ഇത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഉയരത്തിലെ അപ്പൻ നിനക്ക് തുണ നിൽക്കുന്ന വർഷമാണ്. ഉയരത്തിൽ അപ്പൻ നിൻ്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന വർഷമായി വർഷം.
എത്ര പേർ ഈ ദൂതിനോട് പ്രതികരിക്കുന്നു? ഇവിടെ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ മറ്റൊരു ട്രാൻസ്ലേഷനകത്ത് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്: നിന്നിൽ എനിക്ക് ഒരു സൈന്യത്തെ ഭരമേൽപ്പിക്കാൻ കഴിയും, എൻ്റെ ദൈവത്തോടൊപ്പം എനിക്ക് ഈ മതിൽ അളക്കാൻ കഴിയും. ഒന്ന് ഓർത്ത് നോക്കിയേ, പല വിഷയങ്ങളും അതിൻ്റെ വലുപ്പം അളക്കാൻ നമുക്ക് കഴിയത്തില്ല. എത്രത്തോളം ഉണ്ട്, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുകയില്ല, ഈ പ്രശ്നം എൻ്റെ കയ്യിൽ നിൽക്കുകയില്ല, ഇതിനെ എനിക്ക് ജയിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇത് പറയുന്ന സമയം ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്: എൻ്റെ ദൈവത്തോടൊപ്പം എനിക്ക് ഒരു മതിൽ അളക്കാൻ കഴിയും. അതായത് ആ വിഷയത്തെ അളന്ന്, ഒന്ന് ഓർത്ത് നോക്കിയാൽ ചില വിഷയങ്ങൾ പറയും അളക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയ വിഷയമാണ്. പക്ഷെ ദൈവത്തോടൊപ്പം ഈ വിഷയത്തെ അളന്നിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന നിലവാരത്തിലാണ് നിങ്ങളെ ദൈവം നിങ്ങൾക്ക് തുണ നിൽക്കുന്ന വർഷമാണ് ഈ വർഷം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ വർഷം നിങ്ങൾ ചിലതിനെ മറികടക്കാൻ പോകുകയാണ്. എത്ര പേർ ദൂതിനോട് പ്രതികരിക്കുന്നു? ഈ വർഷം നിങ്ങൾ ചിലതിനെ മറികടക്കും. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ വേദനിപ്പിച്ച, കഴിഞ്ഞ നാളുകൾ നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വളരെയധികം വേദനയിലേക്ക് തള്ളിവിട്ട ആ വിഷയത്തിന്മേൽ നിങ്ങൾ മറികടക്കുന്ന വർഷമാക്കി ദൈവം ഇതിനെ തീർക്കാൻ പോകുകയാണ്. ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയപ്പോൾ മാനുഷികമായി കഴിയാത്തൊരു വിഷയത്തിന്മേൽ ഏലിയാവിന് മുന്നിൽ കയറാൻ കഴിഞ്ഞതിൻ്റെ സാരമെന്ന് ചോദിച്ചാൽ, ഓടുവാൻ അവനെ ബലപ്പെടുത്തിയതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, യഹോവയുടെ കരം ഏലിയാവിന്മേൽ ഇറങ്ങുവാനിടയായി തീർന്നു. മാനുഷികമായി ശരിയാ, രഥത്തിന് മുന്നമേ ഓടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അത് കഴിയത്തില്ല. എന്നാൽ ഇവിടെ ഏലിയാവിൻ്റെ മേൽ കരം വരുന്നതിന് മുൻപ് ഏലിയാവ് മുട്ടുമടക്കിയതായി കാണുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടിയും ആ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുകയും പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ഒരു ഏലിയാവിനെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്, യഹോവയുടെ കരം വെളിപ്പെട്ട സമയം ആ രഥത്തിന് മുന്നമേ ഓടുവാനിടയായി തീർന്നു. നമുക്ക് മറ്റൊരു ഭാഗം അറിയാം. ഈ സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. കേൾക്കണം, ലോകപ്രകാരം പലരും പല വിഷയത്തെ ആശ്രയിച്ച് മുന്നോട്ട് ഓടുമ്പോൾ തമ്പുരാൻ പറയുന്നു, ആരുടെയും കെയർ ഓഫ് ഇല്ലാതെ ദൈവത്തിൻ്റെ കാര്യം ഡയറക്റ്റ് ഇറങ്ങി നിന്നെ മുൻപോട്ട് കൊണ്ട് എത്തിക്കുന്ന ഒരു സമയം മുൻപിലുണ്ട്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒട്ടും കഴിയാത്ത ചില വിഷയത്തിനകത്ത് നിങ്ങളെ മറികടക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കരം വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക. അതുപോലെ ആദ്യം കണ്ട പറഞ്ഞ ദർശനം നിങ്ങൾ വിട്ടുകളയരുത്. എന്തായിരുന്നു? നിങ്ങൾ ഒരു പോരാളിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നിരിക്കുകയില്ല. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. തളർന്നിരുന്ന പോരാളികൾ വീണ്ടും എഴുന്നേറ്റ് അവർ മുൻപോട്ട് കുതിച്ച് അവർ ദൈവം കൈമാറിയിരിക്കുന്ന നിയോഗത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയം ആത്മവ്യക്തമായി കൈമാറുന്നു. തളർന്നിരിക്കുന്നവരെ ഞാൻ ബലപ്പെടുത്തുന്ന വർഷമാണ്. മാനുഷികമായി കഴിയാത്ത ചില വിഷയങ്ങളുമായി നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ഉയരത്തിലെ അപ്പൻ നിങ്ങൾക്ക് തുണ നിൽക്കുന്ന വർഷമായി വർഷം. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.